ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ 5 കീ കോമ്പോണൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഇത് അല്ലെങ്കിൽ 8 ഡിസൈൻ ഫീച്ചേഴ്സ് വരും. പിന്നെ സെക്കൻഡ് പാർട്ടാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ്, ആർക്കിടെക്ചർ, അഡ്രസ്സിംഗ് മോഡ്സ്, ഇതൊക്കെ 6 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 6 മാർക്കിന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഡയഗ്രാം മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഓരോ കോമ്പോണൻറ്റ്സ് എന്താണ്, പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. എന്നാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. 5 ക്ലാസിക് കോമ്പോണൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി, ഡേറ്റ പാത്ത് ആൻഡ് കൺട്രോൾ ആണ്. ഇതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ 5 ക്ലാസിക് കോമ്പോണൻറ്റ്സ്. ആൻഡ് ഇതിൽ ലാസ്റ്റുള്ള രണ്ടെണ്ണം, ഡേറ്റ പാത്ത് ആൻഡ് കൺട്രോൾ, ഇത് രണ്ടിനെയും നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് പ്രോസസ്സർ. അപ്പോൾ ഓരോന്നായിട്ട് പറയാം. ആദ്യം ചെറിയ പോയിൻ്റ് പറയാം, പിന്നെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പ്രോസസ്സറാണ് ഫ്രം ദ മെമ്മറി ഡേറ്റാസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എടുക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ മെമ്മറിയിലോട്ട് ഡേറ്റ റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഔട്ട്പുട്ട് നമ്മൾ ഫ്രം ദ മെമ്മറി ഡേറ്റ റീഡ് ചെയ്തെടുക്കുന്നതാണ് ഔട്ട്പുട്ട്. ദെൻ കൺട്രോൾ ആണെങ്കിൽ ബാക്കിയുള്ള യൂണിറ്റ്സ് ഒക്കെ സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നത് ദ ഡിറ്റർമൈൻസ് ദി ഓപ്പറേഷൻ ഓഫ് ഓപ്പറേഷൻസ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഡേറ്റ പാത്താണ്. ഡേറ്റ പാത്ത് പ്രോസസ്സറിൻ്റെ ഒരു കോമ്പോണൻ്റ് ആണ്. ആൻഡ് ഇതിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ CPU-ലുള്ള മെയിൻ കോമൺ കോമ്പോണൻറ്റ്സ് ആണ് കൺട്രോൾ യൂണിറ്റ്, അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, ക്യാഷ്, ബസ്സസ്, ക്ലോക്ക്, ഇതൊക്കെ. ഇതിൽ കൺട്രോൾ യൂണിറ്റാണ് ഫുൾ ഇത് കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ സിഗ്നൽസ് ഒക്കെ കൊടുക്കും. ഫുൾ ഓപ്പറേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ യൂണിറ്റാണ്. പിന്നെ ഉള്ളത് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഇതിലാണ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പിന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. പിന്നെ രജിസ്റ്റേഴ്സ് എല്ലാം ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. ദെൻ ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതാണ് ക്യാഷ് മെമ്മറി. പിന്നെ ഉള്ളത് ബസ്സസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡേറ്റ ട്രാൻസ്ഫർ, പിന്നെ അഡ്രസ്സ്, ഇതെല്ലാം ഓരോന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബസ്സസ്. പിന്നെ ക്ലോക്ക്, അത് പൾസ് ടൈമിങ്സിനൊക്കെയാണ് ക്ലോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി 1 by 1 നോക്കാം. ആദ്യം ഉള്ളത് ഇൻപുട്ട് യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ സിസ്റ്റത്തിന് ഡേറ്റ കൊടുക്കാൻ പറ്റും. പിന്നെ ഇൻഫോർമേഷൻ, ഇൻസ്ട്രക്ഷൻസ് എല്ലാം കമ്പ്യൂട്ടറിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് അത് ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും കമ്പ്യൂട്ടർ എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ ഏത് ഇൻസ്ട്രക്ഷൻ ആണോ കൊടുക്കുന്നത് അത് ബേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഓരോന്ന് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കൊടുക്കും. ആൻഡ് ഇൻപുട്ട് വഴിയാണ് നമ്മൾ യൂസേഴ്സ് കമ്പ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഒരു ലിങ്കാണ് ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ. ഇൻപുട്ട് യൂണിറ്റ് ഒരു ലിങ്കാണ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇതിൻ്റെ എക്സാമ്പിൾസാണ് കീബോർഡ്, സ്കാനർ, ജോയ്സ്റ്റിക്സ്, എക്സെട്ര. പിന്നെ ഉള്ളത് ഔട്ട്പുട്ട് യൂണിറ്റാണ്. ഔട്ട്പുട്ട് യൂണിറ്റ് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. CPU എന്ന് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് CPU ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടെല്ലാം മെഷീൻ റീഡബിൾ ഫോമാറ്റിലായിരിക്കും. അത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല, ഹ്യൂമൻസിന് അത് അണ്ടർസ്റ്റാൻഡബിൾ അല്ല. സോ ഇത് ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യണം, ഹ്യൂമൻ റീഡബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റിൽ ഔട്ട്പുട്ട് കിട്ടും. ഇതിൻ്റെ എക്സാമ്പിൾസാണ് വെബ് ക്യാം, സ്പീക്കേഴ്സ്, മോണിറ്റർ, പ്രിൻറ്റർ, ഹെഡ്ഫോൺസ്, എക്സെട്ര. ഇനിയുള്ളത് CPU ആണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കീ കോമ്പോണൻറ്റ്. മെയിൻ കോമ്പോണൻറ്റ് CPU ആണ്. ഈ എല്ലാ ഓപ്പറേഷൻസും CPUവിൻ്റെ അകത്താണ് നടക്കുന്നത്. ഇതിൽ നമുക്ക് ഈ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്, ഇൻപുട്ട് ഓപ്പറേഷൻസ്, ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, കൺട്രോൾ സർക്യൂട്ട്സ്, ഇതെല്ലാം ഓൾ ഓവർ എല്ലാ പ്രോസസ്സും നടക്കുന്നത് ഈ CPUവിലായിരിക്കും. പിന്നെ ഉള്ളതാണ് കൺട്രോൾ യൂണിറ്റാണ് ഇതിൽ നടക്കുന്ന ഓപ്പറേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. ഇതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഒരു ഡയഗ്രാം. കൺട്രോൾ യൂണിറ്റ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, മെമ്മറിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഇതെല്ലാമായിട്ട് കൺട്രോൾ യൂണിറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ കൺട്രോൾ യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഡേറ്റ പിന്നെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം മെമ്മറിയിലോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. പിന്നെ സെക്കൻഡ്ലി ഈ കൊടുത്ത ഇതിലുള്ള ഇൻസ്ട്രക്ഷൻസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിന് കൊടുക്കും. ആൻഡ് പിന്നെ പ്രോസസ്സ് ചെയ്ത ഡേറ്റ എടുത്ത് മെമ്മറിയിലോട്ട് തിരിച്ചു കൊടുക്കും.
ഫോർ ടെമ്പററി സ്റ്റോറേജ്. ലാസ്റ്റ്ലി നമുക്ക് പ്രോസസ്സ് ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ ഡിസ്പ്ലേ യൂണിറ്റ് വെച്ച് ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് കൺട്രോൾ യൂണിറ്റ് പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഇത് ഇൻപുട്ട് യൂണിറ്റിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ലൈക്ക് ഡേറ്റാസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ മെമ്മറിയിലോട്ട് സെൻഡ് ചെയ്യും. പിന്നെ മെമ്മറിയിലോട്ട് സെൻഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻസ് എടുത്ത് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിൽ കൊടുത്ത് പ്രോസസ്സ് ചെയ്തെടുക്കും. ദെൻ പ്രോസസ്സ് ചെയ്ത് ആ റിസൾട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഫോർ ടെമ്പററി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് യൂണിറ്റിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കൊടുക്കും. ഇതൊക്കെയാണ് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്ന വർക്ക്സ്. പിന്നെ ALU ഉണ്ട്. ALU ആണ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്ന ഒരു പ്ലേസ്. പിന്നെ ഉള്ളത് മെമ്മറി യൂണിറ്റാണ്. മെമ്മറി യൂണിറ്റിൽ നമ്മൾ പ്രോഗ്രാംസ് റൺ ചെയ്യുന്ന ടൈം ആ പ്രോഗ്രാംസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും അതിൻ്റെ ഔട്ട്പുട്ട് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനും യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ്. മെമ്മറി ഇത് ഒരു സ്റ്റോറേജ് യൂണിറ്റാണ്. ഇതിൽ 2 ടൈപ്സ് ഓഫ് മെമ്മറിയാണ് ഉള്ളത്. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി ഇൻബിൽട്ട് ആയിട്ടുള്ള മെമ്മറിയാണ്. ഡേറ്റ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ബിഫോർ പ്രോസസ്സിങ് നമ്മൾ പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്, ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിൽ വരുന്ന ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് എല്ലാം ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കും. ദെൻ ഹോൾഡിങ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ആഫ്റ്റർ പ്രോസസ്സിങ് അൺലെസ് ദേ ആർ ട്രാൻസ്ഫേർഡ് ടു ഔട്ട്പുട്ട് യൂണിറ്റ്. പ്രൈമറി മെമ്മറിയിലാണ് കോംപ്ലെക്സ് പ്രോഗ്രാംസ് എല്ലാം ഉള്ളത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതെല്ലാം ഉള്ളത് പ്രൈമറി മെമ്മറിയിലാണ്. പ്രൈമറി മെമ്മറി 2 ടൈപ്പാണ് ഉള്ളത്, റാം ആൻഡ് റോം. റീഡ് ഓൺലി മെമ്മറി, റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി. പിന്നെ ഉള്ളത് ക്യാഷ് മെമ്മറിയാണ്. ക്യാഷ് മെമ്മറി വെരി ഹൈ സ്പീഡുള്ള ഒരു മെമ്മറിയാണ്. ആൻഡ് ഇതിൽ ഫ്രീക്വൻ്റ്ലി റിക്വസ്റ്റ് ചെയ്യുന്ന ഡേറ്റാസാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, സോ ദാറ്റ് ദേ ആർ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ടു ദ CPU വെൻ നീഡഡ്. ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ഹൈ സ്പീഡ് CPU ആയിട്ട് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് മെമ്മറിയൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി എന്നും പറയാം, അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്നും പറയാം. ആൻഡ് ഇതിൽ നമ്മൾ പെർമനൻ്റ്ലി ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വയ്ക്കും അൺലെസ് വി എറേസ് ഇറ്റ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്സ് എക്സെട്ര. അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്സ് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.